ഹലോ ഫ്രണ്ട്സ്, LP UP എക്സാം കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 1 വൈജ്ഞാനിക സാഹിത്യം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രപഞ്ചത്തിലെ സമസ്ത വിജ്ഞാന ശാഖകളെയും ലക്ഷ്യമാക്കി എഴുതപ്പെട്ടവയാണ് വൈജ്ഞാനിക സാഹിത്യത്തിൽ ഉൾപ്പെടുത്തുന്നത്. പി. ഗോവിന്ദപിള്ള രചിച്ച മലയാള ഭാഷാ ചരിത്രം ആദ്യ മലയാള സാഹിത്യ ചരിത്ര ഗ്രന്ഥമായി കണക്കാക്കുന്നു. പി. ഗോവിന്ദപിള്ള രചിച്ച മലയാള ഭാഷാ ചരിത്രം ആദ്യ മലയാള സാഹിത്യ ചരിത്ര ഗ്രന്ഥമായി കണക്കാക്കുന്നു. എടമരത്ത് സെബാസ്റ്റ്യൻ രചിച്ച ഭാഷാശാസ്ത്രം ഭാഷാശാസ്ത്ര വിഭാഗത്തിൽ രചിച്ച ആദ്യ കൃതിയാണ്. എടമരത്ത് സെബാസ്റ്റ്യൻ രചിച്ച ഭാഷാശാസ്ത്രം ഭാഷാശാസ്ത്ര വിഭാഗത്തിൽ രചിച്ച ആദ്യ കൃതിയാണ്. മലയാളത്തിലെ ആദ്യ ഭാഷാശാസ്ത്രകൃതി ലീലാതിലകം. മലയാളത്തിലെ ആദ്യ ഭാഷാശാസ്ത്രകൃതി ലീലാതിലകം. ഫാദർ ഇമ്മാനുവൽ ആട്ടേൽ മലയാള ലിപികളെക്കുറിച്ച് രചിച്ച കൃതിയാണ് പ്രാചീന മലയാള ലിപിമാല പാഠവും പഠനവും. ഫാദർ ഇമ്മാനുവൽ ആട്ടേൽ മലയാള ലിപികളെക്കുറിച്ച് രചിച്ച കൃതിയാണ് പ്രാചീന മലയാള ലിപിമാല പാഠവും പഠനവും. മലയാളത്തിലെ ആദ്യ നിഘണ്ടുവായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് 1846 പ്രസിദ്ധീകരിച്ച റവറൻ ബെഞ്ചമിൻ ബെയ്ലിയുടെ എ ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കൊളോക്കിയൽ മലയാളം. ഇതിൽ മലയാള പദത്തിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ ആണ് നൽകിയിരിക്കുന്നത്. മലയാളത്തിലെ ആദ്യ നിഘണ്ടുവായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് 1846 പ്രസിദ്ധീകരിച്ച റവറൻ ബെഞ്ചമിൻ ബെയ്ലിയുടെ എ ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കൊളോക്കിയൽ മലയാളം. ഇതിൽ മലയാള പദത്തിൻ്റെ അർത്ഥം ഇംഗ്ലീഷിലാണ് നൽകിയിരിക്കുന്നത്. 1856 പ്രസിദ്ധീകരിച്ച ആദ്യത്തെ മലയാളം നിഘണ്ടു റിച്ചാർഡ് കൊളിൻസിൻ്റെ മലയാള നിഘണ്ടുവാണ്. 1856 പ്രസിദ്ധീകരിച്ച ആദ്യത്തെ മലയാളം നിഘണ്ടു റിച്ചാർഡ് കൊളിൻസിൻ്റെ മലയാള നിഘണ്ടുവാണ്. മലയാളത്തിലെ ആദ്യ വിജ്ഞാന കോശമായി അറിയപ്പെടുന്നത് ആർ. ഈശ്വരപിള്ള രചിച്ച സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി. മലയാളത്തിലെ ആദ്യ വിജ്ഞാന കോശമായി അറിയപ്പെടുന്നത് ആർ. ഈശ്വരപിള്ള രചിച്ച സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി. ചരിത്രവും സംസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന ഗ്രന്ഥങ്ങളിൽ ആദ്യത്തേത് ഐതിഹ്യങ്ങളെ ആധാരമാക്കി രചിച്ച കേരളോൽപ്പത്തി എന്ന ഗ്രന്ഥമാണ്. ചരിത്രവും സംസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന ഗ്രന്ഥങ്ങളിൽ ആദ്യത്തേത് ഐതിഹ്യങ്ങളെ ആധാരമാക്കി രചിച്ച കേരളോൽപ്പത്തി എന്ന ഗ്രന്ഥമാണ്. കേരളോൽപ്പത്തിയെ ആദ്യ ഐതിഹ്യ സമാഹാരമായി കണക്കാക്കാം. 1868 ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് കേരളപ്പഴമ എന്ന ഗ്രന്ഥം രചിച്ചു. ക്രിസ്തുവർഷം 1498 മുതൽ 1587 വരെയുള്ള കേരള ചരിത്രമാണ് കേരളപ്പഴമയുടെ ഉള്ളടക്കം. 1868 ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് കേരളപ്പഴമ എന്ന ഗ്രന്ഥം രചിച്ചു. ക്രിസ്തുവർഷം 1498 മുതൽ 1587 വരെയുള്ള കേരള ചരിത്രമാണ് കേരളപ്പഴമയുടെ ഉള്ളടക്കം. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ പ്രധാന രചനകളാണ് കേരളോൽപ്പത്തി, പഴഞ്ചൊൽമാല, മലയാള വ്യാകരണം, പദമാല, കേരളപ്പഴമ, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ പ്രധാന രചനകളാണ് കേരളോൽപ്പത്തി, പഴഞ്ചൊൽമാല, മലയാള വ്യാകരണം, പദമാല, കേരളപ്പഴമ, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. വൈക്കത്ത് പാച്ചു മൂത്തതിൻ്റെ തിരുവിതാംകൂർ ചരിത്രം 1868, KP പത്മനാഭമേനോൻ്റെ കൊച്ചി രാജ്യചരിത്രം 1912 തുടങ്ങിയവ ആദ്യഘട്ട ഗ്രന്ഥങ്ങളാണ്. വൈക്കത്ത് പാച്ചു മൂത്തതിൻ്റെ തിരുവിതാംകൂർ ചരിത്രം 1868, KP പത്മനാഭമേനോൻ്റെ കൊച്ചി രാജ്യ ചരിത്രം 1912 തുടങ്ങിയവ ആദ്യഘട്ട ഗ്രന്ഥങ്ങളാണ്. ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വലിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് പഴഞ്ചൊല്ലുകൾ. ആ പഴഞ്ചൊല്ലുകൾ സമാഹരിച്ച് മലയാള ചൊല്ലുകൾ എന്ന പേരിൽ ആദ്യം പ്രസിദ്ധീകരിച്ചത് പൗലിനോസ് പാതിരിയാണ്. ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വലിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് പഴഞ്ചൊല്ലുകൾ. ആ പഴഞ്ചൊല്ലുകൾ സമാഹരിച്ച് മലയാള ചൊല്ലുകൾ എന്ന പേരിൽ ആദ്യം പ്രസിദ്ധീകരിച്ചത് പൗലിനോസ് പാതിരിയാണ്.
വിദ്യാഭ്യാസ സാഹിത്യ ശാഖയിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച പ്രഥമ കൃതി വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള വിവരണവും 1864. വിദ്യാഭ്യാസ സാഹിത്യ ശാഖയിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച പ്രഥമ കൃതി വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള വിവരണവും 1864. ശാസ്ത്ര സാഹിത്യ ശാഖയിലെ ആദ്യ ഗ്രന്ഥമായി കണക്കാക്കുന്നത് 1864 പ്രസിദ്ധീകരിച്ച ഗോവസൂരി പ്രയോഗം അഥവാ വസൂരി നിയന്ത്രണവും ആണ്. ചലച്ചിത്ര സാഹിത്യ ശാഖയിലെ ആദ്യ ഗ്രന്ഥമാണ് സിനിമ. 1951 മൂർക്കോത്ത് കുഞ്ഞപ്പ. ചലച്ചിത്ര സാഹിത്യ ശാഖയിലെ ആദ്യ ഗ്രന്ഥമാണ് സിനിമ. 1951. കേരള കൗമുദി എന്ന വ്യാകരണ ഗ്രന്ഥം രചിച്ചത് കോവുണ്ണി നെടുങ്ങാടിയാണ്. കേരള കൗമുദി എന്ന വ്യാകരണ ഗ്രന്ഥം രചിച്ചത് കോവുണ്ണി നെടുങ്ങാടിയാണ്. ഗ്ലിസംസ് ഓഫ് കേരള കൾച്ചർ എന്ന ഗ്രന്ഥം രചിച്ചത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി. ഗ്ലിസംസ് ഓഫ് കേരള കൾച്ചർ എന്ന ഗ്രന്ഥം രചിച്ചത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി. അലങ്കാരങ്ങൾക്കായി AR രാജരാജവർമ്മ രചിച്ച പുസ്തകമാണ് ഭാഷാഭൂഷണം. അലങ്കാരങ്ങൾക്കായി AR രാജരാജവർമ്മ രചിച്ച പുസ്തകമാണ് ഭാഷാഭൂഷണം. ഗുണ്ടർട്ടും മലയാള വ്യാകരണവും രചിച്ചത് NR ഗോപിനാഥൻ പിള്ള. ഗുണ്ടർട്ടും മലയാള വ്യാകരണവും രചിച്ചത് NR ഗോപിനാഥ പിള്ള. മലയാള ഭാഷാ ശാസ്ത്ര ശാഖയ്ക്ക് മലയാളി നൽകിയ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമാണ് ജോർജ് മാത്തൻ രചിച്ച മലയാണ്മയുടെ വ്യാകരണം. മലയാള ഭാഷാ ശാസ്ത്ര ശാഖയ്ക്ക് മലയാളി നൽകിയ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമാണ് ജോർജ് മാത്തൻ രചിച്ച മലയാണ്മയുടെ വ്യാകരണം. നവയുഗ ഭാഷാ നിഘണ്ടുവിൻ്റെ കർത്താവാണ് R നാരായണ പണിക്കർ. നവയുഗ ഭാഷാ നിഘണ്ടുവിൻ്റെ കർത്താവാണ് R നാരായണ പണിക്കർ. ബാലപരിചരണം എന്ന കൃതി രചിച്ചത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ബാലപരിചരണം എന്ന കൃതി രചിച്ചത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഏക മലയാള വ്യാകരണ ഗ്രന്ഥമാണ് പാണിനീയ പ്രദ്യോതം. IC ചാക്കോ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഏക മലയാള വ്യാകരണ ഗ്രന്ഥമാണ് പാണിനീയ പ്രദ്യോതം. IC ചാക്കോ. കണ്ണശ രാമായണം, പ്രാചീന മലയാളം, കേരള പാണിനീയം, കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ തുടങ്ങിയവയുടെ രചയിതാവ് ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ. കണ്ണശ രാമായണം, പ്രാചീന മലയാളം, കേരള പാണിനീയം, കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ തുടങ്ങിയവയുടെ രചയിതാവ് ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ. സമഗ്ര ഭൂപരിഷ്കരണ നിയമം, പ്രസക്തിയും പ്രാധാന്യവും എന്ന പുസ്തകം രചിച്ചത് MS സാബു. സമഗ്ര ഭൂപരിഷ്കരണ നിയമം, പ്രസക്തിയും പ്രാധാന്യവും എന്ന പുസ്തകം രചിച്ചത് MS സാബു. ജീവചരിത്ര സാഹിത്യം രചിച്ചത് KM ജോർജ്. ജീവചരിത്ര സാഹിത്യം KM ജോർജ്. ജീവചരിത്ര സാഹിത്യം മലയാളത്തിൽ നടുവട്ടം ഗോപാലകൃഷ്ണൻ. ജീവചരിത്ര സാഹിത്യം മലയാളത്തിൽ നടുവട്ടം ഗോപാലകൃഷ്ണൻ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.